എന്തായിരുന്നാലും ഈ പൂച്ച പെറ്റ് തള്ളുന്നത് പോലെ പിന്നെ നേമത്ത് ഇവിടെ താമര പെറ്റ് തള്ളുന്നതിനെ കുറിച്ച് ശിവൻകുട്ടി മനസ്സിലാക്കിയത് നന്നായിരിക്കും. പറവൂരിലെ പാവപ്പെട്ട വി ഡി സതീശൻ എന്തായിരുന്നാലും RSSനും ഇതുപോലുള്ള താമരയൊന്നും പെറ്റി വളർത്താനൊന്നും അനുവദിച്ചിട്ടില്ല. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ശിവൻകുട്ടി പോവുകയാണ്. ഇപ്പോൾ അത്തരത്തിൽ ശിവൻകുട്ടിക്ക് AVP കൊടുത്തതുപോലുള്ള ഒരു ബൊക്കയല്ല ഇത്. യൂത്ത് കോൺഗ്രസിന്റെ സമരത്തെ അംഗീകരിച്ചതിന്റെ പേരിൽ 10 കൊല്ലമായി നിരന്തരമായി സമരത്തിലാണ് എന്ന് ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ മന്ത്രി തന്നെ പറഞ്ഞ സന്തോഷം ഈ അവസരത്തിൽ ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അപ്പം ഈ ബൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ശിവൻകുട്ടിയാണെങ്കിൽ RSSകാരെ ഈ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ബൊക്ക മേടിച്ചു. പക്ഷെ ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാർ പാവപ്പെട്ടവരൊന്നപ്പോൾ ബാരിക്കേഡ് വെച്ച് ഇവിടെ തടഞ്ഞിരിക്കുകയാണ്. എങ്ങനെ ഈ ബൊക്ക കൊടുക്കും? RSSകാർക്ക് CPM നേതാക്കളുടെ വീട്ടിലും ഓഫീസിലും പ്രവേശനമുണ്ട്. യൂത്ത് കോൺഗ്രസ്സുകാർക്ക് മതേതരവാദികളായ ഞങ്ങൾക്ക് ഈ മന്ത്രിമാരുടെ ഓഫീസിലേക്ക് വീട്ടിലേക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് ശിവൻകുട്ടി പിന്നെ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ RSSകാർക്ക് പ്രവേശനം കിട്ടുകയും ഞങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഈ ബൊക്ക ബാരിക്കേഡിന്റെ മുകളിൽ സ്ഥാപിച്ച് മടങ്ങുകയാണ്. ഈ സമരം ശക്തമായി മുമ്പോട്ട് പോകും. യൂത്ത് കോൺഗ്രസിന് 1-2 കാര്യം കൂടി പറയാനുണ്ട്. നമുക്കറിയാം ബിൻസീറിന്റെ കുടുംബത്തിന് വളരെ ദാരുണമായ സംഭവമാണ് കുടുംബത്തിനുണ്ടായിരിക്കുന്നത്. ആ കുട്ടികളുടെ പഠനം അടിയന്തരമായി സർക്കാർ ഏറ്റെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ വേണു അടക്കമുള്ള ഈ ആരോഗ്യ വകുപ്പ് ആരാച്ചാരായത് മൂലം നിരവധി കുടുംബങ്ങൾ തെരുവിലായിട്ടുണ്ട്. അവരുടെ മക്കളുടെയൊക്കെ ചികിത്സ ഈ സർക്കാർ ഏറ്റെടുക്കണം, അല്ലെങ്കിൽ അവരുടെ മക്കളുടെ പഠനം ഈ സർക്കാർ ഏറ്റെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന വിളപ്പിൽശാലയിൽ ഈ ബിൻസീറിന്റെ മരണത്തിന് ഉത്തരവാദിയായ ജീവനക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. അവിടെ ബിൻസീറിന്റെ ഭാര്യ എന്താണ് പറഞ്ഞത്? രാത്രി മരണവെപ്രാളവുമായി കടന്നു വന്നപ്പോൾ ഗേറ്റ് തുറക്കാൻ വിസമ്മതിച്ചു എന്നാണ് പറയുന്നത്. ഗേറ്റ് തുറന്നപ്പോൾ അല്ലെങ്കിൽ ഗേറ്റ് തുറന്ന് ചോദിച്ചപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ആ ജീവനക്കാർ ഇവരോട് ചൂടായി എന്നാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ആരോഗ്യമന്ത്രിയും ജീവനക്കാരും തമ്മിൽ എന്താണ് വ്യത്യാസം? ആരോഗ്യമന്ത്രി ഇല്ലേ ഉദ്ഘാടന വേളയിൽ പരിഹസിക്കുന്നു, യൂത്ത് കോൺഗ്രസിന്റെ സമരത്തെ പരിഹസിക്കുന്നു, ആ ബിൻസീറിന്റെ കുടുംബത്തെ പരിഹസിക്കുന്നു. ആ ജീവനക്കാരന്റെ അതേ മനോനില തന്നെയാണ് ആരോഗ്യമന്ത്രിക്കും. അതുകൊണ്ട് ഈ പറയുന്ന ജീവനക്കാരെ അല്ല ശരിക്കും മാറ്റേണ്ടത്, ഈ ആരോഗ്യമന്ത്രിയെ തന്നെ ഇവിടെ നിന്ന് മാറ്റണം, ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതീകാത്മകമായി ഈ ബൊക്ക ആരോഗ്യമന്ത്രിക്ക് സമ്മാനിക്കുകയാണ്.